16 ദിവസം നീണ്ടുനിന്ന പാരീസ് ഒളിമ്പിക്സിന് ശുഭകരമായ പര്യവസാനം. സമാപന മാർച്ച് പാസ്റ്റിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീം ഗോളി PR ശ്രീജേഷും ഇരട്ട വെങ്കലം നേടിയ ഷൂട്ടിംഗ് താരം മനു ഭാക്കറും ഇന്ത്യൻ പതാക വഹിച്ച് രാജ്യത്തിന് അഭിമാനമായി. 70,000-ലധികം വരുന്ന ആരാധകരാണ് സമാപന ചടങ്ങിൽ പങ്കെടുക്കാനായി സ്റ്റാഡ് ദി ഫ്രാൻസ് സ്റ്റേഡിയത്തിലെത്തിയത്. പാരീസിലെ സ്റ്റാഡ് ദി ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ 2.5 മണിക്കൂറിലേറെ നീണ്ട ആഘോഷ പരിപാടികൾക്കൊടുവിലാണ് 2024 ഒളിമ്പിക്സിന് സമാപനം കുറിച്ചത്. സമാപന മാർച്ച് പാസ്റ്റിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീം ഗോളി PR ശ്രീജേഷും ഇരട്ട വെങ്കലം നേടിയ ഷൂട്ടിംഗ് താരം മനു ഭാക്കറും ഇന്ത്യൻ പതാക വഹിച്ച് രാജ്യത്തിന് അഭിമാനമായി. അടുത്ത ഒളിമ്പിക്സിന് വേദിയാകുന്ന ലോസ് ആഞ്ചലസ് നഗരത്തിന്റെ മേയർ കരൺ ബാസ് പാരീസ് മേയർ ആനി ഹിഡാൽഗോയിൽ നിന്ന് ഒളിമ്പിക് പതാക ഏറ്റുവാങ്ങി. 2028-ലാണ് US നഗരം അടുത്ത ഒളിമ്പിക്സിന് വേദിയാവുക. സ്റ്റേഡിയത്തിൽ ഫ്രാൻസിലെ ഫീനിക്സ് ബാൻഡിന്റെ സംഗീത പരിപാടികളും അരങ്ങേറി. ഒളിമ്പിക്സിന്റെ അടുത്ത ആതിഥേയരായ US-ന്റെ ദേശീയ ഗാനം ആലപിച്ചുകൊണ്ടാണ് ഒളിമ്പിക്സ് സമാപന ചടങ്ങുകൾ അവസാനിച്ചത്. ഫ്രാൻസിന്റെ നീന്തൽ താരം ലിയോൺ മെർച്ചന്റാണ് ഒളിമ്പിക് ദീപം സ്റ്റേഡിയത്തിലെത്തിച്ചത്. തുടർന്ന് IOC പ്രസിഡന്റ് തോമസ് ബാഷ് ഗെയിംസ് അവസാനിച്ചതായി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.